രാജ്യസഭയിലും വലിയ പോരാട്ടം തന്നെയാണ് നടന്നത്. രാജ്യസഭയിലെ കാര്യത്തിലേക്ക് പോയാൽ ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചത് സുമോദ്? രാജ്യസഭയിൽ തുടക്കം തന്നെ ബ്രിട്ടാസിന്റെ ഒരു ഇടപെടലായിരുന്നു. കാരണം SFI ദേശീയ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി ഇന്നലെ CPM-ന്റെ ദേശീയ ആസ്ഥാനത്ത് പോലീസ് എത്തിയതാണ് അദ്ദേഹം വിവാദമാക്കിയത്. നേരത്തെ സുപ്രീം കോടതിയിലെ വിധിയുള്ളതാണ് ഒരു അറസ്റ്റിന് വേണ്ടിയുള്ള ഉൾപ്പെടെയുള്ള പോലീസ് നടപടിക്ക് എത്തിക്കഴിയുമ്പോൾ പോലീസുകാർ കൃത്യമായി അവർ യൂണിഫോമിലായിരിക്കണം, അവരുടെ നെയിം പ്ലേറ്റ് ധരിക്കണം, അവർ കൃത്യമായി അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിരിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ട്. പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയത്, ദേശീയ ആസ്ഥാനത്ത് എത്തിയത്. അപ്പോൾ താനടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല സഭയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇടത് എംപിമാർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സഭാ കവാടത്തിൽ നടത്തിയിരുന്നു. അവിടെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പങ്കെടുത്തില്ലെങ്കിൽ പോലും തമിഴ്നാട് PCC അധ്യക്ഷൻ മാണിക്കം ടാഗോർ അവരുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ സഭയുടെ അകത്ത് ബ്രിട്ടാസ് ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു പിന്തുണയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മല്ലികാർജുന ഖാർഗെ തന്നെയാണ് എഴുന്നേറ്റ് ബ്രിട്ടാസിനെ പിന്തുണയ്ക്കുകയും മാത്രമല്ല ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് കയറുമ്പോൾ കാണിക്കേണ്ട മര്യാദകളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സമയത്ത് കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് മറുപടി പറഞ്ഞത്. തന്നെ 2 തവണയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ വളരെ ലഘുവാക്കാനാണ് JP നഡ്ഡ ശ്രമിച്ചത്. മാത്രമല്ല ബ്രിട്ടാസ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് ആണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ ഒരേ സമയം ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമാനമായ അന്തരീക്ഷങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് ലോക്സഭ 2:30 മണിക്ക് പുനരാരംഭിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗവും തുടരും. ഇനി നേരത്തെ പറഞ്ഞ വിവാദ വിഷയങ്ങളിൽ പിൻവാങ്ങാൻ അല്ലെങ്കിൽ അത് പിൻവലിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും തയ്യാറല്ല. അങ്ങനെയെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഇനി എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിക്ക് പറയാനുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്നുള്ളതും ആകാംക്ഷ നിറഞ്ഞ സംഗതിയാണ്.